മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി മോഡി ശിവഗിരിയിലെത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ വിവരിച്ചിരുന്നു. അസാധാരണമായിട്ടുള്ള പ്രതികരണം ഉണ്ടായിരുന്നത്. കുറേ പേരെന്നെ ഇമെയിൽ വഴിക്കും ഫോൺ വിളിക്കും വിളിച്ചറിയിക്കുകയുണ്ടായി, ഗുരുദേവനെ കുറിച്ച് കുറച്ചുകൂടി ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. വളരെ സന്തോഷം തോന്നി ആ പ്രതികരണം. അതിൽ ഒരു പ്രതികരണത്തിൽ ഒരാൾ പറയുകയുണ്ടായി, ശ്രീനാരായണ ഗുരുദേവൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു മതത്തിൻ്റെയും ഒരു ജാതിയുടെയും ഒരു വിഭാഗത്തിൻ്റെയും വക്താവല്ല എന്ന്. വളരെ ശരിയാണ് അതെല്ലാം. ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുക്കളുടേതാണ്, ഭാരതീയരുടേതാണ്, സനാതന ധർമ്മത്തിൻ്റെതാണ്. ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ നന്മയിലൂടെ ലോക ജനതയിൽ എത്തിച്ച ഋഷി പരമ്പരയിൽപ്പെട്ട ആളാണ് എന്നെല്ലാം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ വിവരിക്കാൻ എനിക്ക് ഒരു വിഷമവും ഇല്ല. കാരണം ഗുരുദേവൻ പ്രതിഷ്ഠിച്ച അനവധി ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്, പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. 61 കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലേറ്റവും ബുദ്ധിമുട്ടുള്ള ദർശനമാല തുടങ്ങിയതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ എഴുതിയിട്ടുണ്ട്. കുറേയധികം ഉപനിഷത്തുക്കളും വേദങ്ങളുമെല്ലാം 42 വർഷം പഠിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഗുരുദേവന്റെ സന്ദേശങ്ങളും അനുഭവങ്ങളും ഗുരുദേവന്റെ ഓരോ പ്രവൃത്തിയും വളരെ ഭംഗിയായിട്ട് അഗാധമായിട്ട് ഒന്ന് പഠിക്കാൻ ജഗദീശ്വരാനുഗ്രഹമുണ്ടായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഗുരുദേവനെ മനസ്സിലാക്കിയത് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഗുരുദേവന്റെ ലെവലിലെത്തിയ ശങ്കരാചാര്യര് അല്ലെങ്കിൽ ശങ്കരാചാര്യരെ പോലെയുള്ള ഗുരുദേവൻ, അവരെ പോലെയുള്ള രമണ മഹർഷി, അവരെ പോലെയുള്ള രാമകൃഷ്ണ പരമഹംസർ, ഇവരെല്ലാവരെയും പോലെയുള്ള വിവേകാനന്ദനും അരവിന്ദ മഹർഷിയുമെല്ലാം ഞാനൊരു ഹിന്ദുവാണ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു വിഭാഗത്തിൻ്റെയും പ്രോപ്പർട്ടി അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോക പൗരനാണ്, ഭാരതീയ സംസ്കാരത്തിൻ്റെ സന്ദേശവാഹകനാണ് എന്നാണ്. അങ്ങ് ഹിന്ദുവാണോ എന്ന് ചോദിച്ചപ്പോഴും അദ്ദേഹം ഉത്തരം പറഞ്ഞത്, ലോകമതങ്ങളുടെ മാതാവിൻ്റെ പുത്രനാണ് ഞാൻ എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. രമണ മഹർഷി ഈ ഉത്തരം പറഞ്ഞത്, എന്ത് മതം, എന്ത് ജാതി, ഇതെല്ലാം തോന്നലല്ലേ എന്നായിരുന്നു. അതുകൊണ്ട് നാരായണ ഗുരുദേവൻ ഞാൻ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ പ്രതിനിധിയല്ല എന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെ പറയുന്ന അവസ്ഥയിൽ എത്തിയതിന് ശേഷമാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞാൻ നാരായണ ഗുരുദേവനെ ഹിന്ദുവായി കാണാൻ ആഗ്രഹിക്കുന്നു. അതിന് കാരണമുണ്ട്. നിങ്ങളങ്ങനെ കാണണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഗുരുദേവൻ ഒരു ഹിന്ദുവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ വിവരിക്കാം. ഭാരതത്തിലെ ആർഷ പരമ്പരയുടെ ശുദ്ധീകരണ പ്രക്രിയയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നു ശ്രീനാരായണ ഗുരുദേവൻ. 21 ദുർദേവതാ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠകളെ മാറ്റിയിട്ട് അവിടെ വൈദിക ദേവതകളെയാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത്. ദുർദേവത പ്രതിഷ്ഠകളെ മാറ്റി ആ സ്ഥലത്തുണ്ടായിരുന്ന കോഴി അറക്കലും ആടിനെ അറക്കലും കള്ള് നിവേദ്യവും മത്സ്യം വറ്റലുമെല്ലാം ഗുരുദേവൻ പൂർണ്ണമായിട്ട് മാറ്റി.
പഞ്ചമകാരത്തിലെ മദ്യം, മത്സ്യം, മാംസം, മൈഥുനം, മാത്സര്യം അത് പൂർണ്ണമായിട്ടും ഗുരുദേവൻ ക്ഷേത്രങ്ങളിൽ നിന്ന് മാറ്റാൻ നിർദ്ദേശിച്ചു. അശ്ലീല പാട്ട് പാടിക്കൊണ്ട് കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോയവരോട് നമഃശിവായ ജപിക്കാൻ പറഞ്ഞു. മദ്യവും കൊണ്ട് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് രഥയാത്ര നടത്തിയവരോട് ഇളനീര് കൊണ്ടുപോകാൻ പറഞ്ഞു. അമ്പലത്തിൽ നിന്ന് അമ്പലത്തിലേക്കുള്ള യാത്രയാണെന്ന് ഓർക്കുക. അമ്പലത്തിലാണ് അശ്ലീല പാട്ട് വേണ്ടതെന്ന് പറഞ്ഞതെന്ന് ഓർക്കുക. തലശ്ശേരിയിൽ ജഗന്നാഥ ക്ഷേത്രം ഉണ്ടാക്കുമ്പോൾ അവിടെ വിദേശത്ത് നിന്ന് വിദ്യാഭ്യാസം ലഭിച്ച തീയര്, നല്ല ഇടതുപക്ഷ ചിന്താഗതിയുള്ളവരെ പോലെ പുരോഗമനവാദികള് ഇവിടെ അമ്പലത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്പലം ആവശ്യമാണ്, മനസ്സിനും ശരീരത്തിനും ആരോഗ്യത്തിനും ആവശ്യമാണ്, അത് കൂടിയേ തീരൂ എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ എന്തിന് നമ്മൾ ഈ കല്ലിനെ ആരാധിക്കണമെന്ന് അവർ ചോദിച്ചപ്പോൾ അത് കല്ലാണെന്ന് പറയുന്നത് വരെ ഭക്തന്റെ മനസ്സിൽ അത് ഈശ്വര രൂപമാണ് എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ജഗന്നാഥ ക്ഷേത്രം തലശ്ശേരിയിൽ ഉണ്ടാക്കാൻ ഞങ്ങൾ സഹകരിക്കില്ല എന്ന് കുറെ പുരോഗമനവാദികൾ പറഞ്ഞപ്പോൾ ക്ഷേത്രം ക്ഷേത്രത്തെ ഉണ്ടാക്കിക്കൊള്ളുന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കോഴിക്കോട് ക്ഷേത്രം, ശിവക്ഷേത്രം, ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ആ ശിവക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അളവിന് അല്പം സംശയം നേരിട്ടപ്പോൾ തൻ്റെ പ്രിയ ശിഷ്യനെ പഴനിയിൽ ചെന്ന് പഴനി അമ്പലത്തിലെ ശ്രീകോവിലിൻ്റെ അളവ് എടുത്തുകൊണ്ടുവരാനാ പറഞ്ഞത്. ശരിക്ക് വാസ്തുവിദ്യ പ്രകാരം തന്നെയാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിഗംഭീരമായിട്ടുള്ള രീതിയിലാണ് കണ്ണൂർ സുന്ദരേശ്വര ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വൈദിക ദേവതമാരായ ഗണപതിയും മുരുകനും തിരുപ്പതീശ്വരനും അതുപോലെ ഭഗവതിയും ഭദ്രകാളിയും എല്ലാം പ്രതിഷ്ഠിച്ച് അനവധി പ്രതിഷ്ഠകൾ കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ തന്നെ ശിഷ്യരോട് പറഞ്ഞു, ഇനി ഈ ക്ഷേത്രത്തിനേക്കാൾ അതീതമായിട്ട് നമ്മൾ വളരണം. വിഗ്രഹത്തിലൂടെ നമ്മൾ വിഗ്രഹത്തിനപ്പുറത്തുള്ള ചൈതന്യത്തെ കാണാൻ പഠിക്കണം. അതുകൊണ്ട് തന്നെയാ ഭാരതീയ പൈതൃകത്തിൻ്റെ അഗാധ തലത്തിൽ നിൽക്കുന്ന ഋഗ്വേദത്തിലെ ആദ്യത്തെ വാക്ക് അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവ മൃത്യുജം ഹോതാരം രത്നധാതമം അഗ്നിപൂർവേ ഋഷിഭിരീഡ്യോ നൂതനൈരുത സദൈവാം ഏഹവക്ഷതി അഗ്നിനാരയമശ്നവത് പോഷാമേവ ദിവേ ദിവേ യശസം വീരവത്തമം. ഞാൻ സംഹിതാപാഠത്തിലെ വളരെ സ്പീഡിൽ ചൊല്ലിയതാണ്, ശ്രുതിയോടുകൂടി ചൊല്ലിയതല്ല. ഋഗ്വേദത്തിൻ്റെ ആരംഭ വാക്ക് അഗ്നിയാണ്, ആരംഭ സൂക്തവും അഗ്നിയാണ്. ആ അഗ്നിയാണ് ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠകൾക്ക്, വിഗ്രഹങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള സ്റ്റെപ്പിലേക്ക് കടന്നപ്പോൾ വിളക്ക് കത്തിക്കാനായിട്ട് പറഞ്ഞത്. അത് വേദത്തിൻ്റെ ലെവല്. വിളക്ക് കത്തിച്ച് ആരാധിക്കാൻ ക്ഷേത്രപ്രതിഷ്ഠയിൽ നടത്തിയ ഗുരുദേവൻ അത് കഴിഞ്ഞ് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയപ്പോൾ അവനവൻ തിരിച്ചറിയുക. ഉപനിഷത്തിൻ്റെ ലെവലാണ്. അഹം കഹ കോ അഹം, ഞാൻ ആരാണെന്ന് തിരിച്ചറിയാം. അതാണ് യഥാർത്ഥത്തിലെ കണ്ണാടിയിൽ ഓങ്കാരം എഴുതി ആ കണ്ണാടി പ്രതിഷ്ഠ ഗുരുദേവൻ നടത്താൻ പറഞ്ഞത്. ഉപനിഷത്തിൻ്റെ ലെവല്. ഓരോ അമ്പലത്തിലും കരിയും കരിമരുന്നും ഒഴിവാക്കാൻ ഗുരുദേവൻ പറഞ്ഞു. ഒരു പള്ളിയിലും കരിയും കരിമരുന്നും ഒഴിവാക്കാൻ പറഞ്ഞില്ല ഗുരുദേവൻ. ഒരു പള്ളിയിലും കണ്ണാടി പ്രതിഷ്ഠ ഗുരുദേവൻ നടത്തിയില്ല. ഒരു പള്ളിയിലും വിളക്ക് പ്രതിഷ്ഠ നടത്താൻ ഗുരുദേവൻ പറഞ്ഞില്ല. ഒരു പള്ളിയിലും ദേവതാ രൂപത്തെ പ്രതിഷ്ഠിക്കാൻ ഗുരുദേവൻ പറഞ്ഞില്ല. ഒരു പള്ളിയിലും ചെന്ന് ഗുരുദേവൻ നൊവേനയോ വെഞ്ചരിപ്പോ കൂതാശയോ ഒന്നും നടത്തിയില്ല. ഗുരുദേവൻ ഒരു പള്ളിക്കാർക്ക് ഒരു സന്ദേശവും കൊടുത്തിട്ടില്ല. ഒരു ക്രിസ്ത്യാനിക്കും ഒരു മുസ്ലിമിനും ഗുരുദേവൻ സന്ദേശം കൊടുത്തിട്ടില്ല. അതേ സമയത്ത് അമ്പലങ്ങളിൽ കരിയും കരിമരുന്നും ഒഴിവാക്കാൻ പറഞ്ഞു. ഇന്ന് ഗുരുദേവന്റെ ആ സന്ദേശം പ്രായോഗികമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് അമ്പലത്തിൽ ആന വേണ്ട, വെടിക്കെട്ട് വേണ്ട, ആഡംബരങ്ങൾ വേണ്ട, പഞ്ചശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ പോകണം. ബ്രാഹ്മണരെ പൂജയ്ക്ക് വെക്കേണ്ട എന്ന നിർദ്ദേശം ഗുരുദേവൻ പറയാൻ കാരണം താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരെ ഉയർന്ന വിഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ. ഗുരുദേവൻ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചിട്ട് തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുകയല്ല ചെയ്തത്. സർവ തിന്മകളെയും അംഗീകരിക്കുക ചെയ്തത്. വാദിക്കാനും ജയിക്കാനും ശ്രമിക്കാതെ
തിന്മകൾ തിന്മകളാണെന്ന് അംഗീകരിച്ച് അതിനെ നന്മയിലേക്ക് കൊണ്ടുപോകാനാണ്. കുമാരനാശാന്റെ വരികൾ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാ പറഞ്ഞത്. ഈ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പോലെ നശിപ്പിക്കുവിൻ ചട്ടങ്ങളെ എന്നല്ല പറഞ്ഞത്. ഗുരുദേവൻ ആനയും അതുപോലെ തന്നെ വെടിക്കെട്ടും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, ആഡംബരം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ, സ്വന്തം സമുദായത്തിലെ കെട്ടുകല്യാണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ലാളിത്യമാണ് എല്ലായിടത്തും കൊണ്ടുവന്നത്. ഒന്നിനെയും വേണ്ടാതാക്കുകയല്ല ചെയ്തത്, സിംപ്ലിഫൈ ചെയ്യലാണ്. അതാണ് മോഡേൺ മാനേജ്മെന്റ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്. സർപ്പം പാട്ടിന് 900-ഉം 1000-ഉം കരിക്കുപയോഗിച്ച് ആവശ്യമില്ലാതെ സർപ്പം തുള്ളൽ നടത്തുന്ന സ്ത്രീയുടെ തലയിലേക്ക് കരിക്കും വെള്ളം ഒഴിച്ചപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, തലയിൽ ഒഴിക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളവും കുടിക്കാൻ കരിക്കും കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് 1000-ഓളം കരിക്കുപയോഗിച്ച് സർപ്പം തുള്ളൽ നടത്തുന്നത് 3-4 കരിക്ക് കൊണ്ട് നടത്താൻ സാധിച്ചു. കൗങ്ങിന്റെ പൂക്കില സർപ്പം തുള്ളലിന് തുള്ളാൻ ഉപയോഗിക്കുന്ന സ്ത്രീകൾ 10-ഉം 600-ഉം ഉപയോഗിക്കുമ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഉപയോഗിച്ചത് തന്നെ തിരിച്ചു കൊടുക്കാം. അങ്ങനെ 5-6 പൂക്കില കൊണ്ട് സർപ്പം തുള്ളൽ നടത്തട്ടെ എന്ന് ആലോചിച്ച് നോക്കുക. സർപ്പം തുള്ളൽ വേണ്ടാന്ന് ഗുരുദേവൻ പറഞ്ഞില്ല. സർപ്പം തുള്ളൽ അന്ധവിശ്വാസമാണെന്ന് ഗുരുദേവൻ പറഞ്ഞില്ല. അത് അനുഷ്ഠിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താനാണ് ഗുരുദേവൻ പറഞ്ഞത്. കള്ള് വേണ്ട, അങ്ങനെയുള്ള സമ്പ്രദായം വേണ്ട എന്നല്ല പറഞ്ഞത്. മറിച്ച് വളരെ ഭംഗിയായിട്ട് ഇളനീര് കൊണ്ടുപോകാനാ പറഞ്ഞത്. അശ്ലീല പാട്ടും യാത്രയും വേണ്ടെന്നല്ല പറഞ്ഞത്, പകരം നമശിവായ ജപിക്കാനാ പറഞ്ഞത്. ആലോചിച്ച് നോക്കുക എത്ര ഭംഗിയായിട്ട് ഗുരുദേവൻ പറഞ്ഞു. ഓരോ അമ്പലത്തിലും 2 വിദ്യാസമ്പന്നരായ യുവാക്കള് നമ്മുടെ രാമായണവും മഹാഭാരതവും പുരാണവും കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കാനുണ്ടാവണം എന്ന് പറഞ്ഞു. ശമ്പളം കൊടുത്ത് അവരെ ജോലിക്ക് നിയോഗിക്കണം എന്ന് ഗുരുദേവൻ പറഞ്ഞു. ഇത് പള്ളിയിൽ ചെയ്യാൻ പറഞ്ഞില്ല. നമ്മളുടെ അമ്പലങ്ങളിൽ പുരാണവും മഹാഭാരതവും ബൈബിളും പഠിപ്പിക്കാനല്ല ഗുരുദേവൻ പറഞ്ഞത്. പുരാണവും രാമായണവും മഹാഭാരതവും പഠിപ്പിക്കാൻ തന്നെ പറഞ്ഞു. ഗുരുദേവൻ സ്വന്തം കൈകൊണ്ട് തമിഴിലും മലയാളത്തിലും സംസ്കൃതത്തിലും എഴുതിയ 61 ഗ്രന്ഥങ്ങളിൽ പൂർണ്ണമായും ഭാരതീയ സംസ്കൃതിയാണ്. കീർത്തനങ്ങളെല്ലാം ഭാരതീയ ദേവതാ സങ്കല്പമാണ്. ആത്മോപദേശ ശതകം മുഴുവനും ഉപനിഷത്താണ്. ദർശനമാല നമ്മുടെ ഷഡ് ദർശനങ്ങളിൽ നിന്ന് ഉദയം ചെയ്തതാണ്. ധർമ്മം എന്ന വാക്ക് ധർമ്മം തന്നെ ദേവത, ധർമ്മം തന്നെ ദൈവം എന്ന് ഉപനിഷത്തിലെ ധർമ്മോസ്മത് കുലദൈവതം എന്ന വാക്കാണ് ഗുരുദേവൻ പറഞ്ഞത്. ആശ്രമത്തിൽ സന്യാസിയുടെ റോള് ഒരു പാരഗ്രാഫിൽ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ ആശ്രമത്തിനോടനുബന്ധിച്ച് സ്കൂൾ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്കൂള് സംസ്കൃതം പഠിപ്പിക്കണം, ഇംഗ്ലീഷും പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്കൃതം പഠിപ്പിക്കുന്നത് ഭാരതീയ പൈതൃകത്തിന്റെ അഗാധ തലത്തിലേക്ക് പോകാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യം ലഭിക്കാൻ, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ആധുനിക ലോകത്തിന്റെ എല്ലാ നന്മകളും സ്വീകരിക്കാൻ. ഗുരുദേവൻ സ്ഥാപിച്ച ആശ്രമങ്ങളോടനുബന്ധിച്ചിട്ടുള്ള വിദ്യാലയങ്ങളിലും മാത്രമാണ് അറ്റൻഡൻസ് എടുക്കുമ്പോൾ പ്രസന്റ് സർ, ഹാജർ സർ എന്ന് മറ്റ് സ്കൂളുകളിൽ പറയുമ്പോൾ ഗുരുദേവൻ സ്ഥാപിച്ച സ്കൂളുകളിൽ മാത്രമാണ് ആഗതോസ്മി എന്ന് സംസ്കൃതത്തിൽ പറയുക, ഞാൻ വന്നിട്ടുണ്ട് എന്നുള്ള സംസ്കൃതത്തിൽ പറയുക. ഗുരുദേവൻ ഓരോ വിദ്യാലയങ്ങളിലും പഠിപ്പിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭാരതത്തിന്റെ ധർമ്മം, പത്നി ധർമ്മം എന്നൊരു ഗ്രന്ഥം ഗുരുദേവൻ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. 6-7 വരികളേ ഉള്ളൂ. ഭാരതീയ സ്ത്രീകളുടെ മഹത്വത്തെക്കുറിച്ചും പത്നിയുടെ ദൗത്യത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ഗണവേശനെ കുറിച്ചിട്ട് നാക്ക് പോലും നമുക്ക് വളയില്ല, അത്ര ഗംഭീരമായിട്ടുള്ള സംസ്കൃതത്തിൽ ആ ഗണേശനെ കുറിച്ചും തിരുപ്പതീശ്വരനെ കുറിച്ചും കൃഷ്ണനെ കുറിച്ചും ഭഗവതിയെ കുറിച്ചും ഭദ്രകാളിയെ കുറിച്ചും ഷൺമാധുരനെ കുറിച്ചും എല്ലാം എഴുതിയിരിക്കുന്ന വരികള് സംസ്കൃതത്തില് ഗുരുദേവൻ ഉണ്ടായിരുന്ന ആ സാധക ലെവല് അത്ഭുതപ്പെടുത്തും. അതുകൊണ്ട് തന്നെ യജുർവേദത്തിന്റെ 40-ാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിന് ഉപനിഷത്ത് മന്ത്രങ്ങൾക്ക് തുല്യമായ വിവർത്തനം ഗുരുദേവൻ നൽകിയത് അത്ഭുതം തോന്നും. ഇതൊക്കെ മനസ്സിലാക്കണം. ഇങ്ങനെയൊന്നും ബൈബിളിനെ കുറിച്ച് ഗുരുദേവൻ എഴുതിയിട്ടില്ല, ഖുറാനെ കുറിച്ച് എഴുതിയിട്ടില്ല. മാത്രമല്ല ഗുരുദേവൻ തൻ്റെ ശിഷ്യൻ, എനിക്ക് തോന്നുന്നു കൃഷ്ണൻ ആശാനാണോ കൃഷ്ണൻ വൈദ്യനാണോ, ചിലര് കൃഷ്ണൻ ആശാൻ എന്ന് പറയും, ചിലര് കൃഷ്ണൻ വൈദ്യൻ എന്ന് പറയും. രണ്ടായാലും കൃഷ്ണൻ എന്നൊരു വാക്കുണ്ട്. ഒരു വലിയ സദസ്സില്
ഗുരുദേവന്റെ ഏറ്റവും അരുമ ശിഷ്യനെ പോലെയുള്ള ഈ കൃഷ്ണൻ വൈദ്യനെ, കൃഷ്ണൻ ആശാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുരുദേവൻ പറയുന്നൊരു വരിയുണ്ട്. ഈ കൃഷ്ണൻ ഇല്ലായിരുന്നു എങ്കിൽ നമ്മളൊക്കെ എന്നേ ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു എന്ന്. എന്തേ ക്രിസ്ത്യാനികളായി പോകരുത് എന്ന് തോന്നാൻ കാരണം, അപ്പോൾ ആ കൃഷ്ണനോട് ഗുരുദേവന് തോന്നിയിരുന്ന, ആ കൃഷ്ണൻ വൈദ്യരോട് ഗുരുദേവന് തോന്നിയിരുന്ന ബഹുമാനം വലിയൊരു സദസ്സിൽ പറഞ്ഞു, ഈ കൃഷ്ണൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളായി പോകുമായിരുന്നു എന്ന്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറഞ്ഞത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനല്ല മക്കളെ, അതിൻ്റെ സന്ദർഭവും കൂടി നോക്കണം. ഗുരുദേവൻ പറഞ്ഞത് 40ഓളം ഈഴവ കുടുംബാംഗങ്ങൾ ഞങ്ങൾ ഇനി ഹിന്ദു ധർമ്മത്തിലില്ല, ഞങ്ങൾ മതം മാറുകയാണെന്ന് പറയാൻ ഗുരുദേവന്റെ അടുത്ത് വന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞതാ, മതമല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, മതം കൈകാര്യം ചെയ്യുന്നവരാ പ്രശ്നം ഉണ്ടാക്കുന്നത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഹിന്ദു ധർമ്മത്തിൽ നിങ്ങൾക്ക് തുടരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സനാതന ധർമ്മത്തിലേക്ക് പോയിക്കൊള്ളാനാണ് ഗുരുദേവൻ പറഞ്ഞത്, ക്രിസ്തു മതത്തിലേക്ക് പോവാനല്ല പറഞ്ഞത്. ഗുരുദേവനെ ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഗുരുദേവനെ ഒരു കമ്മ്യൂണിസ്റ്റ് വരെ ആക്കി. മഞ്ഞവസ്ത്രം ശിവഗിരിയിലേക്ക് പോകാൻ വേണ്ടി ഗുരുദേവൻ നിർദ്ദേശിച്ചപ്പോൾ ധർമ്മം പത്രാധിപര് അടുത്തുണ്ടായിരുന്നു. ശ്രീബുദ്ധന്റെ ത്യാഗവും ശ്രീകൃഷ്ണന്റെ ബുദ്ധിയും അതിൽ സമന്വയിക്കുന്നു എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഗുരുദേവൻ അമ്പലത്തിലേക്ക് പോകാൻ പഞ്ചശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, കർമ്മശുദ്ധി, വാക്ശുദ്ധി, ആഹാരശുദ്ധി, ഈ 5 അഥവാ പഞ്ചശുദ്ധിയും ഗുരുദേവൻ പറഞ്ഞത് ഭഗവത്ഗീതയിലെ 16-17 അധ്യായങ്ങളോടനുബന്ധിച്ചിട്ടാണ്. സാത്വികമായ ശരീരം, രാജസിക ശരീരം, താമസിക ശരീരം, സാത്വിക ആഹാരം, രാജസിക ആഹാരം, താമസിക ആഹാരം, സാത്വിക മനസ്സ്, രാജസിക മനസ്സ്, താമസിക മനസ്സ്. അത് ഭഗവത്ഗീതയിൽ നിന്ന് എടുത്തിട്ടാണ് ഗുരുദേവൻ പറഞ്ഞത്. വളരെ ഗംഭീരമായിട്ട് അംഗീകരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏത് സദസ്സിൽ വന്നിട്ടും ഗുരുദേവൻ എന്താണ് ലോകത്തിന് സമർപ്പിച്ചത് എന്ന് പറയാൻ ഒരു വിഷമവും ഇല്ല. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവാൻ പറഞ്ഞ ആ ഗുരുദേവൻ വിദ്യാലയം സ്ഥാപിച്ചു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കാൻ പറഞ്ഞു. സംഘടന കൊണ്ട് ശക്തരാകാൻ പറഞ്ഞു. ആരോടാ പറഞ്ഞത്? ക്രിസ്ത്യാനികളോടാണോ? അല്ല മുസ്ലിങ്ങളോടാണോ? വെറുതെ ചിന്തിക്കുക. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കൂടി ഈ ഗുരുദേവൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്, ഒരു മതേതരവാദിയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നില്ലേ? സംഘടന കൊണ്ട് ശക്തരാകാൻ പറഞ്ഞത് പാകിസ്ഥാൻകാരോടാണോ? അല്ല ബ്രാഹ്മണരോടാണോ? അല്ല ആരോടാ പറഞ്ഞതെന്ന് കൂടി ഒന്ന് അറിയണ്ടേ? അത് വാണിജ്യ വ്യവസായങ്ങൾ കൊണ്ട് സമ്പന്നരാകുവാൻ പറഞ്ഞു. ഒരു സമുദായം താഴ്ന്നു കിടക്കുമ്പോൾ കരയാനും അല്ലെങ്കിൽ ദുഃഖിക്കാനും വേദനിക്കാനും അല്ല ശ്രമിക്കേണ്ടത്, സടകുടഞ്ഞ് എഴുന്നേൽക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി വിദ്യ കൊണ്ട് പ്രബുദ്ധരാകണം. അതുപോലെ തന്നെ സംഘടിച്ച് ഓരോ സ്ഥലത്തും SNDP യൂണിയൻ ഗുരുദേവൻ ഉണ്ടാക്കി. അറിയോ നിങ്ങൾക്ക്? ചെങ്ങന്നൂര്, ചങ്ങനാശ്ശേരി, നെയ്യാറ്റിങ്കര, ധനുവച്ചപുരം തുടങ്ങി ഊരമ്പ്, അമ്പൂരി തുടങ്ങി പാറശാല വരെ SNDPയിലെ ധാരാളം ഈഴവര് ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയവരുണ്ടായിരുന്നു. അവരെ എല്ലാവരെയും പുറത്താക്കാൻ ഗുരുദേവൻ പറഞ്ഞു. ഈഴവര് ക്രിസ്ത്യാനികളായി, പ്രത്യേകിച്ച് ദക്ഷിണ തിരുവിതാംകൂറില് അവരാരാധിച്ചിരുന്ന അനവധി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ മാറ്റി അവിടെ കുരിശ് വെച്ചിരുന്നു. അവിടെ ഗുരുദേവൻ നേരിട്ട് ചെന്ന് ആ കുരിശു മാറ്റി അവിടെ നേരത്തെ ഉണ്ടായിരുന്ന വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞ ഈഴവരാരെല്ലാം ക്രിസ്തുമതത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നുവോ അവരെ ഗുരുദേവൻ തിരിച്ചു കൊണ്ടുവന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജാതി എന്ന് പറയുന്നത് മനുഷ്യജാതിയാണ്. ഒരു മതം എന്ന് പറയുന്നത് സത്യത്തിൻ്റെ മതം. ഒരു ദൈവം അത് ഭാരതത്തിൽ എന്നേ പറഞ്ഞതാ. ഏകം സദ്വിപ്രാഹ ബഹുദാ വദന്തി. സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ. പലരും പല രീതിയിൽ പറയുന്നു. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത് എന്ന് വളരെ ഭംഗിയായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. പരമാത്മ ചൈതന്യം ഒന്ന് മാത്രമാണ്. ഏക ഏവ ഹി ഭൂതാത്മാ. അത് ഭൂതേ ഭൂതേ വ്യവസ്ഥിത. സർവചരാചരങ്ങളിലും അത് നിലനിൽക്കുന്നു. ഏകദാ ബഹുദാ ചൈവ. അറിയാവുന്നവരതിനെ ഒന്നെന്ന് പറയുന്നു, മറ്റു പലരും അതിനെ പലതായിട്ട് കാണുന്നു. ദൃശ്യതേ ജലചന്ദ്രവത്.
ആകാശത്തിൽ ഒരു ചന്ദ്രനേ ഉള്ളൂ, പക്ഷെ ആ ചന്ദ്രന്റെ നിഴല് എല്ലാ തരത്തിലുള്ള വെള്ളത്തിലും കാണുന്നു. കടൽ വെള്ളത്തിലും, പുഴവെള്ളത്തിലും, കുളത്തിലും, കിണറ്റിലും, ചിരട്ട വെള്ളത്തിലും, റോഡ് സൈഡിലുള്ള വെള്ളത്തിലും എല്ലാം ഒരേ ചന്ദ്രന്റെ റിഫ്ലക്ഷൻ കാണുന്നു. ചന്ദ്രൻ ഒന്നേ ഉള്ളൂ എന്ന് ഭാഗവതം പറയുന്നു. വളരെ ഭംഗിയായിട്ട് ഭാരതത്തിലെ ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. അണോരണീയാൻ മഹദോ മഹീയാൻ ആത്മാ ഗുഹായ നിഹിതോസ്യ ജന്തോ തമക്രതു പശ്യതി വീതശോകോ ധാതു പ്രസാദാൻ മഹിമാനമീശം. മഹിമാനമീശം, ഈശൻ ഒന്നേ ഉള്ളൂ. അത് സർവ്വതിലും, അണുക്കളിൽ വെച്ച് ഏറ്റവും ചെറുവ അണുവിലും, മഹത്തായതിൽ വെച്ച് ഏറ്റവും മഹത്തായ പ്രപഞ്ചത്തിലും, ജീവാത്മാവിന്റെ രൂപത്തിൽ സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ഒരു ചൈതന്യം എന്ന് വളരെ ഈ അദ്വിതീയമല്ലാത്ത, അതാണ് രണ്ടല്ലാത്ത ഒന്ന്. അതാണ് നമ്മൾ പറയാറുള്ളത് അദ്വൈതം. ഗുരുദേവന്റെ അദ്വൈത സിദ്ധാന്തം അത്ര ഗംഭീരാണ്. അപ്പൊ ഗുരുദേവൻ വളരെ ഭംഗിയായിട്ട് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തില് ഗുരുദേവൻ ഈ മതപരിവർത്തനത്തെ തടഞ്ഞു. അങ്ങോട്ട് പോയ ക്രിസ്ത്യാനികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. കുരിശു പ്രതിഷ്ഠിച്ച അമ്പലങ്ങളിൽ നിന്ന് കുരിശു മാറ്റി അതിനെ അമ്പലമാക്കി. SNDPയില് ക്രൈസ്തവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാതെ ഈഴവരെ തിരിച്ചു കൊണ്ടുവന്ന് മെമ്പർഷിപ്പ് കൊടുത്ത് സംഘടന കൊണ്ട് ശക്തരാകാൻ കേരളം മുഴുവനും ഗുരുദേവന്റെ കൈകൊണ്ട് ഒപ്പിട്ട് SNDP യൂണിയനുകൾ ഉണ്ടാക്കി. ഗുരുദേവന് ജാതിയും ഗുരുദേവന് മതവും ഗുരുദേവന് ഇല്ല എന്ന് പറയുന്നവരോട് SNDP യൂണിയൻ അനവധി ഗുരുദേവൻ കൈകൊണ്ട് ഒപ്പിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തതുണ്ട്. ആലോചിച്ച് നോക്കാം. നമ്മൾ ഇവിടെ നിന്ന് പുറകോട്ട് നോക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ ഗുരുദേവന്റെ മഹത്വം. ഗുരുദേവന് തുല്യം ഗുരുദേവൻ മാത്രം. ആ ഗുരുദേവൻ എത്ര ഭംഗിയായിട്ട് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയപ്പോൾ അതിന് ചൈതന്യം വന്നു. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയുടെ വാർഷികത്തിന് ആരാധ്യനായ പ്രതിപക്ഷ നേതാവ് വരില്ല എന്ന് പറഞ്ഞു. കാരണം എന്തറിയോ? മോഡിയെ ശിവഗിരിയില് ക്ഷണിച്ചതിന് ഒരു പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവും ജനിക്കുന്നതിന് മുമ്പ് ഗുരുദേവൻ ചെയ്യേണ്ട മഹത്വമേറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തണലിലും അതിൻ്റെ വെളിച്ചത്തിലും എനിക്ക് ഉറപ്പിച്ചു പറയാം, വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവര് അതിഗംഭീരമായിട്ട് സമുദായത്തെ നയിക്കുന്നത്. ഗുരുദേവൻ എല്ലാ വ്യക്തികളോടും പറഞ്ഞു, ചെത്തരുത്, കുടിക്കരുത്, വിൽക്കരുത്. ആ സന്ദേശം സ്വീകരിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗുരുദേവന്റെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞ് കുറേ കമ്മ്യൂണിസ്റ്റുകാർ നടക്കുമ്പോൾ അവരോടും, പുരോഗമനവാദിക്കാരെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവരോടും ഗുരുദേവന്റെ പ്രസക്തി മോഡി വർക്കലയിൽ വന്നതുകൊണ്ട് കുറയില്ലെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയോടും എല്ലാവരോടും ചോദിക്കുന്നു, ഗുരുദേവന്റെ പ്രസക്തി കുറയില്ല എന്ന് പറയത്തക്ക വിധത്തിലുള്ള സർട്ടിഫിക്കറ്റ് നൽകാൻ യോഗ്യതയുള്ളവരാണോ അതൊക്കെ പറയുന്നത്? ഏതായാലും ഗുരുദേവൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല. അതിഗംഭീരമായ ഭാരതീയ പൈതൃകത്തിന്റെ അവകാശിയായ ഗുരുദേവൻ മഞ്ഞവസ്ത്രം ഉടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ ശിഷ്യന്മാർക്ക് കാവ്യവസ്ത്രം കൊടുത്തിട്ടുണ്ട്. അത് കാവ്യവൽക്കരണമോ കാവ്യവൽക്കരണമല്ലാത്ത അവസ്ഥയോ ഏതായാലും ശാരദാ പ്രതിഷ്ഠയാ വർക്കല ശിവഗിരിയിൽ നടത്തിയത്. ആ ശിവഗിരി എന്ന പേരിട്ടത് പോലും അതിന് ശിവഗിരി എന്നായിരുന്നില്ല പേര്. വേണമെങ്കിൽ ഇടാമായിരുന്നില്ലേ കന്യാമറിയഗിരി എന്ന്, മറിയഗിരി എന്ന് ഇടായിരുന്നില്ലേ മതേതരത്വത്തിന്റെ പേരിൽ? എന്തേ അത് ചെയ്യാത്തത്? പാപനാശത്തില് പിതൃകർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. വിവാഹം ഹൈന്ദവ ആചാരപ്രകാരം എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞു. തലയില് കാവടിയൊന്നും വെക്കാൻ പറഞ്ഞില്ല, പള്ളിയിലച്ഛനെ ഒന്നും ഉണ്ടാക്കാനും പറഞ്ഞില്ല. ഗുരുദേവൻ ഭാരതീയ ആചാരപ്രകാരം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ വരനെ വിഷ്ണുവായി നിർത്തി വധുവിനെ ലക്ഷ്മിയാക്കിയിട്ടാണ് കന്യാദാനം ചെയ്യാൻ ഗുരുദേവൻ പറഞ്ഞത്. അഗ്നി സാക്ഷിയായിട്ട് വിവാഹം നടത്തേണ്ട ചടങ്ങുകൾ ഗുരുദേവൻ അക്ഷരം പ്രതി കുമാരനാശാനെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് ബൈബിളിന്റെ സത്യവാചകമോ 10 കൽപ്പനകളോ ഒന്നും ചേർത്തിട്ടില്ല, ഖുറാനിലെ വരികളും ചേർത്തിട്ടില്ല. മാത്രമല്ല പിതൃകർമ്മം നടത്തേണ്ട മഹത്വം ഗുരുദേവൻ വിവരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു ആചാരത്തിനും ഗുരുദേവൻ കുറവ് വരുത്തിയിട്ടില്ല. തന്ത്രസമുച്ചയം വ്യക്തമായി പഠിച്ച് തന്ത്രിയുടെ ലെവലിലേക്ക് എത്തിയവൻ വേണം അമ്പലത്തിൽ പൂജ നടത്താൻ എന്ന് പറഞ്ഞു. ആ അമ്പലത്തിൽ പൂജ നടത്തുമ്പോൾ 5-6 കാര്യങ്ങൾ ഗുരുനാനാക്ക് മുസ്ലിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തതുപോലെ ഗുരുദേവൻ കുറേ ഇസ്ലാമിൽ നിന്നും കുറേ ക്രിസ്ത്യാനിയിൽ നിന്നും എടുത്തിട്ടല്ല ക്ഷേത്ര പൂജ വിധികൾ സംഘടിപ്പിച്ചത്. ഹിന്ദുവിൻ്റെ മാത്രം ക്ഷേത്ര വിധികളാണ്, ഹിന്ദുവിൻ്റെ മാത്രം ക്ഷേത്രവിധികളാണ് സംഘടിപ്പിച്ചത്. ഗുരുദേവൻ നമ്പൂതിരിമാര് പ്രതിഷേധിച്ചപ്പോ
ഗുരുദേവൻ ശിവപ്രതിഷ്ഠ നടത്തിയപ്പോഴും ഇത് നമ്പൂതിരി ശിവനല്ല എന്ന് മാത്രം പറയുക ചെയ്തത്. വേറൊരു പുണ്യവാളനെ കൊണ്ടുവന്ന സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്നും കൊണ്ട് പ്രതിഷ്ഠിച്ചില്ല ഗുരുദേവൻ. അതിഗംഭീരായിട്ട് ഭാരതീയ പൈതൃകത്തിൻ്റെ സമുജ്വലമായ ചൈതന്യത്തെ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു. വേദം ഗുരുദേവൻ പഠിച്ചു, രാമായണം പഠിച്ചു, തിരുക്കുറൾ പഠിച്ചു, നമ്മുടെ നാരായണീയം പഠിച്ചു. ഗുരുദേവൻ അതിഗംഭീരായിട്ട് സംസ്കൃതത്തിൻ്റെ അഗാധ തലത്തിൽ നിമിത്ത ചികിത്സ പഠിച്ചു. ആയുർവേദത്തിൻ്റെ അറിവുണ്ടായിരുന്നു. നമ്മുടെ പൈതൃകത്തിൻ്റെ സർവ്വതും ചേർത്ത് സസ്യാഹാരം കഴിക്കാൻ പറഞ്ഞു. ഉപവാസം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പറഞ്ഞു. എത്രയോ വ്യക്തികളെ കൺമുമ്പിൽ കണ്ട ചെടികളുടെ ഇലയെടുത്ത് ചികിത്സിച്ചു. സാധിക്കുമെങ്കിൽ പെരുമ്പാവൂർ SNDP യൂണിറ്റിൻ്റെ നേതൃത്വത്തിലിരുന്ന നാരായണ വൈഖരി എന്നൊരു പുസ്തകമുണ്ട്, അതൊന്ന് നോക്കണം. നല്ല ഗംഭീരമായിട്ട് ഗുരുദേവൻ എഴുതിയിരിക്കുന്നതിൻ്റെ മഹത്വം എന്താണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം 48 വർഷം പൈതൃകം പഠിക്കുകയും 42 വർഷം ഭാരതത്തിലെ വേദം പഠിക്കുകയും ഭാരതത്തിലെ ദർശനങ്ങളിൽ 120ഓളം പുസ്തകങ്ങൾ എഴുതാൻ ഭാഗ്യം കിട്ടുകയും ചെയ്ത ഗോപാലകൃഷ്ണൻ നിങ്ങളോട് പറയുന്നു, ശ്രീനാരായണ ഗുരുദേവൻ ഹിന്ദുവാണ്. അത് പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ചില്ലെങ്കിലും, കറുത്ത ദിനം ആചരിച്ചാലും ആചരിച്ചില്ലെങ്കിലും, ആരെന്ത് ബോയ്ക്കോട്ട് ചെയ്താലും, മോഡി വന്നാലും മോഡി വന്നില്ലെങ്കിലും, രാഹുൽ ഗാന്ധി വന്നാലും വന്നില്ലെങ്കിലും, സോണിയാഗാന്ധി വന്നാലും വന്നില്ലെങ്കിലും, ഏതെല്ലാം മനുഷ്യർ ശിവഗിരിയിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും ഒന്നുറപ്പാ, ആ ശിവഗിരിയിലെ മഹത്വമേറിയ ശാരദാ പ്രതിഷ്ഠ നടത്തിയിട്ട് ഭാരതീയ ജനതയുടെ ആത്മവീര്യം ഉയർത്തി സവർണരിൽ നിന്ന് മോചിപ്പിച്ച അവർണരെ ചൈതന്യവത്താക്കിയ ഗുരുദേവൻ ഹിന്ദുവാണ്. ജനിച്ചത് മുതൽക്ക് ജീവിതാന്ത്യം വരെ ചെമ്പഴന്തിയിൽ ആരാധിച്ചിരുന്ന ഭഗവതി ക്ഷേത്രം ഇന്നുമുണ്ട് അവിടെ. അതൊന്നും മാറിയിട്ടില്ല. സ്ഥാപിച്ച ആശ്രമങ്ങളുണ്ട്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണെന്ന് ഗുരുദേവൻ പറഞ്ഞു. തന്നെ മതം മാറ്റാൻ വന്ന പോർച്ചുഗീസ് പാതിരിയോട് ഗുരുദേവൻ പറഞ്ഞു, ഈ ധർമ്മത്തിൽ ഇല്ലാത്തത് ഒന്നുമില്ല, അതുകൊണ്ട് പുതിയൊരു ധർമ്മം സ്വീകരിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന്. എന്നെ ചവിട്ടി പുറത്താക്കുമെന്ന് പാതിരി ചോദിച്ചപ്പോൾ പാതിരിയോട് ഗുരുദേവൻ പറഞ്ഞു, ഞങ്ങൾ ഭാരതീയർ ആരെയും ചവിട്ടി പുറത്താക്കാറില്ല, എല്ലാവരെയും അടിച്ചകത്താക്കാറേ ഉള്ളൂ എന്നാ പറഞ്ഞത്. ഇതൊക്കെ ഗുരുദേവനെ കുറിച്ച് പഠിക്കണം. ഗുരുദേവന്റെ ആളാണ് ഞാൻ എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. ഗുരുദേവൻ ചോദ്യത്തിന് ഉത്തരമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും നോക്കുക, അതൊക്കെ ആ ചോദ്യത്തിന് ആ സമയത്തെ ഉത്തരാണ്. മാത്രമല്ല, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയപ്പോൾ വളരെ ഗംഭീരമായിട്ട് ജാതിഭേദം പാടില്ല, ഹിന്ദു ധർമ്മത്തിൽ ജാതിഭേദം ഒഴിവാക്കണം, മതദ്വേഷം, മതഭേദം എന്ന് പറഞ്ഞുകൂടായിരുന്നോ? ജാതിഭേദം മതഭേദം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും പ്രാസവ്യത്യാസമുണ്ടോ? എന്തേ മതഭേദം പാടില്ല എന്ന് പറഞ്ഞില്ല? മതത്തിന് വ്യത്യാസമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളും ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ പുസ്തകം, ഞങ്ങളുടെ വഴി, ഞങ്ങളുടെ പുണ്യവാളന്മാര്, ഞങ്ങൾ പറയുന്നത് അവസാനത്തെ വാക്ക്. ഹിന്ദു അങ്ങനെ പറഞ്ഞിട്ടില്ല. വളരെ ഗംഭീരമായിട്ട് നന്മകൾ എവിടെയുണ്ടോ അതെല്ലാം നമ്മുടേതാണ്. ആനോ ഭദ്രാഹ കൃതവോ എന്തു വിശ്വതഃ. നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും എന്നിലേക്ക് വന്നു ചേരട്ടെ എന്നാണ് ഹിന്ദുക്കൾ പറഞ്ഞിരുന്നത്. ഗുരുദേവൻ ഹിന്ദുവായി ജീവിച്ചു, ഹിന്ദുവായി സന്യാസ ദീക്ഷ സ്വീകരിച്ചു, ഹിന്ദുവായി തന്നെ സന്യാസ ദീക്ഷ മറ്റുള്ളവർക്ക് കൊടുത്തു, ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. 14 ക്ഷേത്രങ്ങൾ ശിഷ്യന്മാരെ കൊണ്ട് സ്ഥാപിപ്പിച്ചു, ക്ഷേത്രാചാരങ്ങൾ ഉണ്ടാക്കി, ഹിന്ദുക്കൾക്ക് പൂർണ്ണ തോതിൽ ആചാരങ്ങൾ ഉണ്ടാക്കി, വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിക്കാൻ പറഞ്ഞു. ഇതെല്ലാം ചെയ്തൊരു വ്യക്തിയെ ഏത് ഭാഷയിൽ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്നാണ് വിചാരിക്കേണ്ടത്. ഹിന്ദു എന്നൊരു മതമില്ല, അതൊരു ജീവിത രീതിയാ സനാതനധർമ്മം. ആ സനാതനധർമ്മം പഠിച്ചു പ്രചരിപ്പിക്കുന്ന പരമ്പരയില് ഗോപാലകൃഷ്ണൻ ആരാധിക്കുന്ന വേദവ്യാസനും വസിഷ്ഠനും ശങ്കരാചാര്യരും അതുപോലെ തന്നെ മാധ്വാചാര്യരും തുടങ്ങി ആചാര്യ പരമ്പരയില് ഗോപാലകൃഷ്ണൻ ബഹുമാനിക്കുന്ന, ഒരിക്കൽ പറഞ്ഞത് തിരിച്ചു പറയേണ്ടി വരാത്തൊരു ആചാര്യൻ, തിരിച്ചും മറിച്ചും പറയേണ്ടി വരാത്തൊരു ആചാര്യൻ, അതാണ് നാരായണ ഗുരുദേവൻ. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഗുരുദേവനെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, CD-കൾ ഇറക്കിയിട്ടുണ്ട്. സത്യമല്ലാത്തത് അതിനകത്ത് എഴുതിയിട്ടില്ല. അംഗീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് വോട്ട് ലഭ്യമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, സത്യത്തിൻ്റെയും വസ്തുതയുടെയും ധർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അംഗീകരിക്കേണ്ടത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ
എന്നും ആചാര്യനായി, അവതാരമായി, ഭഗവാനായി ഈ ലോകത്തിൽ വിളങ്ങും. അത് ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അദ്ദേഹം ഗുരുദേവൻ, അവതാരമായ ഗുരുദേവൻ എല്ലാവരുടെയും പ്രോപ്പർട്ടിയായി, എല്ലാവരുടെയും സ്വത്താക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവസാന ശ്വാസം വരെ അത് തുടരുക തന്നെ ചെയ്യും. പ്രണാമം, നമസ്കാരം.